നിങ്ങൾക്കറിയാമോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യവസായ സംരംഭകൻ അദ്ദേഹം ഒരു മുസ്ലിമാണ്. ജാതി പറയുകയല്ല, നരേന്ദ്രമോദിയെ ജാതിയുടെ പേരിൽ പറഞ്ഞു പുഷ്പിക്കുന്നവർക്കായിട്ടാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. കലാം സാറ്റ് ഇത്തരത്തിലൊരു ഉപഗ്രഹം നിർമ്മിച്ച തമിഴ്നാട് സ്വദേശി റിഫാത്ത് ഷാരൂഖ് എന്ന 18 വയസ്സുകാരൻ. കലാംസാറ്റ് എന്ന പേരിലുള്ള ഈ ചെറിയ ഉപഗ്രഹം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ സഹായത്തോടെ വിക്ഷേപിക്കപ്പെട്ടത് ഇന്ത്യൻ യുവജനങ്ങളുടെ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ച നേട്ടമായി മാറി. വെറും കുറച്ച് ഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. അത്യാധുനിക കാർബൺ ഫൈബർ ഘടനയുള്ള ഈ സാറ്റലൈറ്റ് വളരെ കുറഞ്ഞ ചിലവിൽ വികസിപ്പിച്ചതും ഒരു പ്രത്യേകതയായിരുന്നു. ബഹിരാകാശത്തിലെ സാഹചര്യങ്ങൾ പഠിക്കുന്നതിന്, പുതിയ സാങ്കേതിക സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുന്നതിനായി ഇത് ഉപയോഗിക്കപ്പെട്ടു. ഇന്ത്യൻ ശാസ്ത്രലോകത്തിനും യുവജനങ്ങൾക്കും വലിയ പ്രചോദനമായ ഈ നേട്ടം റിഫാത്ത് ഷാരൂഖിനെ ലോകമെമ്പാടും ശ്രദ്ധേയനാക്കി. ചെറുപ്പത്തിൽ തന്നെ അസാധാരണമായ സാങ്കേതിക കഴിവ് തെളിയിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിജയം നിരവധി വിദ്യാർത്ഥികൾക്കൊരു ഇൻസ്പിറേഷനായി, ആത്മവിശ്വാസമായി. നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട വ്യവസായ സംരംഭകനാണ് റിഫാത്ത് ഷാരൂഖ്. ലൈറ്റ് വെയ്റ്റ് സാറ്റലൈറ്റ് ബസ്സുകൾ, റീ എൻട്രി ക്യാപ്സ്യൂളുകൾ തുടങ്ങി ബഹിരാകാശ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്ന എയ്റോസ്പേസ് കമ്പനിയായ കാറ്റലിക് സ്പേസിന്റെ സഹസ്ഥാപകനും സിഇഒയുമാണ് റിഫാത്ത് ഷാരൂഖ്. അദ്ദേഹം നിലവിൽ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയ്ക്കും ഗുജറാത്തിലെ അഹമ്മദാബാദിനും ഇടയിൽ പ്രവർത്തിക്കുന്നു. അവിടെ കമ്പനി ഇന്ത്യയിൽ പ്രധാന ബഹിരാകാശ പേടക നിർമ്മാണ സൗകര്യം നിർമ്മിക്കുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ വർഗീയത പ്രചരിപ്പിക്കുമ്പോൾ റിഫാത്ത് ഷാരൂഖിനെ പോലുള്ളവർ വൻ വ്യവസായ സംരംഭകരായി മാറുകയാണ് എന്നറിയുക. ബഹിരാകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് 1000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിരുന്നത്. നരേന്ദ്രമോദിയുടെ സഹായത്തിൽ നിന്നും ഇതിൽ ഒരു നല്ല സഹായം റിഫാത്ത് ഷാരൂഖിനും ലഭിച്ചിരുന്നു. ഇനി പറയൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരത്തിൽ ഒരു ജാതിയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തിയാണോ? അല്ല എന്ന് ഉറപ്പിച്ചു പറയാം. ന്യൂസ് ഡെസ്ക് കർമ്മ.